ഈ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് മലനടകൾ ഉണ്ടായിട്ട് പറയപ്പെടും. പക്ഷേ ഈ പവിത്രേശ്വരം, കല്ലുമൺ, പെരുന്തുരുത്തി മലനടകളാണ് പ്രധാനമായിട്ട് ഈ മഹാഭാരത കഥയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇത് പ്രധാന ആരാധനമൂർത്തി പറയുന്ന മലയപ്പൂപ്പന. പക്ഷെ അവിടെ വിഗ്രഹങ്ങളോ ശ്രീകോവിലോ ക്ഷേത്രമോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇതിന്റെ പ്രധാന പറച്ചില് ഇവിടുത്തെ വനയോര മലപ്രദേശങ്ങളിൽ പാണ്ഡവർ വന്ന് താമസിച്ചെന്നു, അവരെ തിരക്കി ദുര്യോധനനും കർണനും അടങ്ങുന്ന ഒരു സംഘം വന്നെന്നു, അവർക്ക് വിശ്രമിക്കാനും തങ്ങാനും ഇടം കൊടുത്തത് കുറവ് സമൂഹമാണെന്നും മധുചഷകം നൽകി അവരെ സ്വീകരിച്ചെന്നൊക്കെ പറയുന്നു. അവരെ ഇഷ്ടപ്പെട്ട് അവർക്ക് 101 ഏക്കർ ഇഷ്ടദാനം നൽകിയാന്ന് ദുര്യോധനം മടങ്ങിയെന്നൊക്കെയാണ് കഥ. പിന്നീട് ഈ ബേൽമഹാഭാരതത്തിൽ പറയപ്പെടുന്ന പോലെ ഒരു നിഴൽക്കുത്ത് എന്ന് പറയുന്ന ഇതിലൂടെ ആപചാരക്രിയയിലൂടെ പഞ്ചപാണ്ഡവരെ കൊല്ലാൻ ശ്രമിച്ചത് ഭാരതമലയനാണെന്നും ഭാരതമലയന്റെ വാസസ്ഥാനം ഈ മലനടയാണെന്നും ഒക്കെ പറയപ്പെടും. അതിലെല്ലാം കഥയാണ്. പക്ഷേ സംഗതി പീസാണ്. കാണാനും കേൾക്കാനും പറ്റുന്നൊരു അടിപൊളി ഇടമാണ്.